പി.വി. അൻവർ എന്ന നേതാവ് നല്ല വ്യക്തിയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ. ഇപ്പോൾ അദ്ദേഹം 9ാം വർഷം എം.എൽ.എ സ്ഥാനം രാജിവെച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കള്ളനാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ എല്ലാ തെളിവുകളും കയ്യിലുള്ള ഒരു ഇടതുപക്ഷ എം.എൽ.എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആ ഇടതുപക്ഷത്ത് തുടരാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് എം.എൽ.എ സ്ഥാനം രാജിവെച്ചത്. അതിനുശേഷം പിണറായി വിജയന് പി.വി. അൻവർ എന്ന എം.എൽ.എയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ കേന്ദ്രവും കേരളവും ചേർന്ന് പി.വി. അൻവറിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതോടെ ആ പി.വി. അൻവറിന് കൂടുതൽ സഹായവുമായി എത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇതുവരെ കോൺഗ്രസിൽ എടുക്കുമോ അല്ലെങ്കിൽ UDFിൽ എടുക്കുമോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്ന ഇടത്ത് നിന്ന് ഇപ്പോൾ ED അയച്ച് പി.വി. അൻവറെ ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് കോൺഗ്രസും UDFും. പി.വി. അൻവർ അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ UDFിൻ്റെ അസോസിയേറ്റ് അംഗമാകുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി.വി. അൻവർ UDFിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് നല്ല രീതിയിൽ പിന്തുണയുള്ള ഇടങ്ങളിലും അതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട് ജില്ലയിൽ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന വളരെയധികമുള്ള വോട്ടർമാർക്കിടയിലും UDFിനെ സഹായിക്കണം എന്ന ഒറ്റ വാക്കാണ് പി.വി. അൻവർ പറഞ്ഞു വച്ചത്. അതിനിടയിലാണ് EDയെ അയച്ച് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹമടക്കമുള്ള കൂടുതൽ കക്ഷികളെ UDFിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെന്ന് KPCC അധ്യക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പായസത്തിൽ മധുരം എത്ര കൂടിയാലും കുഴപ്പമില്ല എന്നാണ് ഇതിനെപ്പറ്റി KPCC അധ്യക്ഷൻ അറിയിച്ചിരിക്കുന്നത്. അതിന് രുചി കൂടും എന്നുള്ള അർത്ഥത്തിൽ പി.വി. അൻവറെയും ചേർത്ത് നിർത്തുകയാണ്. അൻവറിനെതിരായ ED അന്വേഷണത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് KPCC തറപ്പിച്ചു പറയുന്നത്. പിണറായി വിജയൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രവർത്തനവും തെറ്റല്ല എന്ന് വ്യാഖ്യാനിക്കുകയും ഇപ്പോൾ പിണറായിക്കെതിരായി അതും പ്രധാനപ്പെട്ട പല രഹസ്യങ്ങളും തുറന്നു പറയുമ്പോൾ പി.വി. അൻവറിനെതിരെയുള്ള രാഷ്ട്രീയ പകപോക്കലായി EDയെ വിളിച്ചു വരുത്താൻ പിണറായി വിജയന് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ BJP ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട പല കേസുകളിലും നമുക്കറിയാം, കരുവന്നൂർ പോലെയുള്ള കേസുകളിലെല്ലാം ED ഇവിടെ വന്നു പോയിട്ടും ഇതുവരെ അതിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 300 കോടി രൂപയോളമാണ് ഇവിടെ പാവങ്ങളുടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനെതിരെ ഒരു നടപടിയും ഇല്ലാതിരിക്കുമ്പോൾ വ്യക്തിപരമായി ഇങ്ങനെ രാഷ്ട്രീയ പകപോക്കലിന് പി.വി. അൻവറിനോട് ശ്രമിച്ചത് തന്നെ പിണറായി വിജയൻ്റെ ആവശ്യപ്രകാരമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും UDFും ഇപ്പോൾ പി.വി. അൻവറിനൊപ്പം നിലയുറപ്പിക്കുന്നത്. അതിനെ നേരിടാനുള്ള ഒരു പ്രതിരോധ ശേഷി അദ്ദേഹത്തിനുണ്ട് എന്നാണ് പി.വി. അൻവറിനെ കുറിച്ച് സണ്ണി ജോസഫ് വളരെ വ്യക്തമായി പറഞ്ഞത്. അതായത് UDFിനൊപ്പം നിർത്തുകയും പി.വി. അൻവറിന് വരുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കുമെന്നുള്ള വ്യക്തമായ സൂചനയാണ് സണ്ണി ജോസഫ് നൽകിയത്. അതായത് പിണറായിക്കെതിരെ പറഞ്ഞതിനാണ് പി.വി. അൻവറിനെ വേട്ടയാടുന്നത് എന്ന് വളരെ വ്യക്തം. അൻവർ യുദ്ധം പ്രഖ്യാപിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആ പിണറായി വിജയനെതിരെ ഈ സമയത്ത്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് യുദ്ധം പ്രഖ്യാപിക്കുന്നവരെ ചേർത്തു നിർത്തേണ്ടത് UDFിൻ്റെ കൂടി ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്.